അങ്ങനെ രാവിലെ തന്നെ ചേട്ടനെയും പിക്ക് ചെയ്ത് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മാമനെ കണ്ട സന്തോഷത്തിൽ സുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിചയമില്ലല്ലോ എന്ന മട്ടിൽ. അങ്ങനെ ഞങ്ങൾ സഫാരി വേൾഡിലെത്തി. സഫാരി വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒമാനിലെ ഏറ്റവും വലിയ സൂ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ് ഈ സൂവിനുള്ളത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേന് എത്തിയതുകൊണ്ട് തന്നെ ആരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ എൻട്രൻസ് തന്നെ അടിപൊളി എന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അത്രയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ വോൾസിൽ ചെയ്തിരിക്കുന്ന ആ പണികളും എല്ലാം. കുട്ടികൾക്കായിട്ടുള്ള സ്ക്രോളറുകളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വണ്ടികളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഒരു സിംഹത്തിനെയാണ് കേട്ടോ. കാട്ടിലെ രാജാവാണെങ്കിലും ഇവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കുന്ന വൺ പെയർ, ഒരു ആൺസിംഹവും പെൺസിംഹവും ഉണ്ട്. അവർ പെയർ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൃഗങ്ങളൊക്കെ കുറച്ച് ആക്റ്റീവാണെന്ന് പറയാം. കാരണം അത്രയും ചൂടാണ് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ഇവരെ ഇത്രയും അടുത്ത് കാണുമ്പോൾ ഉള്ളൊരു പേടിയാണ് കേട്ടോ എൻ്റെ മുഖത്ത്. എത്രയൊക്കെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ കണ്ടത് ഒരു ഓസ്ട്രിച്ച് ആണെന്ന് തോന്നുന്നത്. വളരെ ദൂരെയാണുള്ളത്. ഇനി അടുത്തത് ആമയാണ് കേട്ടോ. നാട്ടിലെ ആമ എന്നൊക്കെ പറയുന്നത് കറുത്തതാണെങ്കിലും ഇവിടെ കളറിനാണെങ്കിലും സ്കിൻ ടൈപ്പൊക്കെ വളരെ ചേഞ്ച് ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ടായിരുന്നു ആമയ്ക്കൊക്കെ. എൻ്റെ എല്ലാ ഫ്രെയിമിലും വന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന ഈച്ചയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ഈച്ചകളുണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഒരു മാൻകുട്ടീനാണ് കേട്ടോ. ഭയങ്കര സുന്ദരിയായിരുന്നു. എൻ്റെ ഫോട്ടോ എടുത്തോ എന്ന മട്ടിൽ തന്നെ അവിടെ നിന്ന് തന്നു കേട്ടോ. കണ്ടത് ഒരു മുതലേനാണ് കേട്ടോ. ചത്ത എന്ന ഭാവത്തിൽ കിടക്കുകയാണെങ്കിലും വളരെ പേടിയുള്ളതാണ്. അതിൻ്റെ പല്ലൊക്കെ കാണുമ്പോൾ, അതിൻ്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു അറപ്പ് തോന്നാറുണ്ട്. സാധാരണ മസ്കറ്റിൽ കാക്ക ഉണ്ടാവില്ലേ, ഇതൊരു ടൈപ്പ് കാക്കയാണ് കേട്ടോ. നെക്സ്റ്റ് കണ്ടത് ഒരു സുന്ദരി പൂച്ചക്കുട്ടിയാണ് കേട്ടോ. പേർഷ്യൻ കാറ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളവിടുന്ന് ഓടി വന്ന് അവിടെ ഒരു റിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. എന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഇരുന്ന് തന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ എന്തോ. അടുത്തതൊരു ഹസ്കിയാണ് കേട്ടോ. ഹസ്കി പിന്നെ വലിയ മൈൻഡൊന്നും ഇല്ലാത്ത പോലെ നിങ്ങളെ കണ്ടിട്ട് പൊക്കോ എന്ന മട്ടിലങ്ങ് നിന്നു. പിന്നെ ഒരു ഫോക്സിനെയാണ് കേട്ടോ കണ്ടത്. ഫോക്സ് ഏതാണ്ട് പഠിപ്പിച്ച് വിട്ടതുപോലെ ആ ഗ്രൗണ്ട് മുഴുവൻ ഇങ്ങനെ ഓടി 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 കളിക്കുന്നുണ്ട്. രാവിലെയല്ല, ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇവൻ്റെ 2 കൂട്ടുകാരാണെങ്കിൽ എൻ്റെ മുകളിൽ കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ റോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവിടെയാണെങ്കിൽ ഒരു സ്കെലറ്റൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടെക്സ്ചറൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടത് ഇഗ്വാനയാണ്. അതിനുശേഷം ഞാൻ കണ്ടത് ഒരു ലിസാർഡാണ്. ഏകദേശം എൻ്റെ ഒരു കൈയിൻ്റെ പകുതി തന്നെ